ആ വേൾഡിന്റെ ഡെപ്ത് കാണിക്കാനാണ് 3D യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും കണ്ണിലോട്ട് സാധനം വരാനല്ല. ഈ വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് 3Dയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. കള്ളനും കൊല്ലനും ചേർന്ന ഒരു ഡെഡ്ലി കോംബോ ആണ്. അപ്പൊ അവർക്ക് എന്തിനും പോസിബിൾ ആയിട്ടുള്ള ഇതുണ്ട്. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു കേവിൽ ഒരു കൈ വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നു. അപ്പൊ ആ കേവിന് ചുറ്റും ഈ പറയുന്ന മിന്നാമിനിങ് വരും. പിന്നെ അതൊരു കളക്റ്റീവ് എല്ലാവരുമായിട്ട് ഇപ്പൊ ഷമീറായിട്ടും ഒക്കെ അങ്ങനെ അതിൽ കുറെ സജഷനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് ഈ ബീഡിന്ന് വരുന്ന പോലെ ആക്കിയത്. നമ്മുടെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ 3D അടിപൊളി എന്ന് പറയുന്നു, ചിലര് പറയുന്നത് 3D പ്രശ്നമായിരുന്നു, 3D ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ നല്ല 3D നല്ല തിയേറ്ററിൽ കണ്ടത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു ബ്ലാക്ക് പാന്തർ ഇറങ്ങി പോകുന്നത് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ അതിന്റെ ഡെന്നാണത്. സ്റ്റിൽ മണിയൻ വന്നു കഴിഞ്ഞാൽ അത് മാറിക്കൊടുക്കുന്നു എന്നുള്ളൊരു സാധനമാണ്. മണിയൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സീക്വൻസ്, അപ്പൊ ഞാൻ ജോമൻ ചന്ദ്രൻ പറഞ്ഞു ചേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു ഫയർ ഫ്ലൈസ് ആണ് വരുന്നത്, അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റിങ്, അങ്ങനെയാണ് ആ ഗ്രീൻ ലൈറ്റ് കൊടുക്കുന്നത്. പിന്നെ അതൊരു നാച്ചുറൽ കേവ് ആണ്, കാസർഗോഡുള്ള ഒറിജിനൽ കേവ് ആണ്. ഞാൻ അന്നും ഇന്നും പറയുന്നത് എന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രായമായിട്ടുള്ള അമ്മമ്മമാര്, അപ്പൂപ്പന്മാര്, അച്ഛനമ്മമാര്, ചേട്ടൻ, ചേച്ചി, കുട്ടികള്, ഇവരെല്ലാരെയും എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന സിനിമകളായിരിക്കാം ഞാൻ ഇനിയും തുടർന്ന് ചെയ്യുന്നത്. ദ ക്യൂ ഷോ ടൈമിൽ ജിതിൻ ലാൽ, വെൽക്കം. നമസ്കാരം. ആദ്യം എനിക്കിതിലൊരു പ്രിയപ്പെട്ട സീക്വൻസിന് വേണ്ടി ചോദിക്കാം. എനിക്ക് അറിയാനുള്ളത് ആ സീക്വൻസിൻ്റെ ഒരു പേപ്പറിലുള്ള ഐഡിയനെ ഫൈനൽ ഔട്ട് നമ്മൾ കാണുന്ന ഒരു പ്രോസസ്സാണ്. ഈ അജയൻ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറുന്നത്, അവിടെ ഇയാളുടെ ഭയങ്കര എന്താ ഇയാളുടെ പേടി അവിടെ കൺവേഡ് ആണ്. ഇയാൾക്ക് അവിടെ ഫിസിക്കലി ഇയാൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു പോയിന്റിൽ അവിടെ നിന്ന് ഒരു ഈ പറഞ്ഞ മിന്നാമിന്നിങ്ങനെ ഒരു ട്രാവല്, അതൊരു പ്രധാന കീ എലമെന്റ് ആണ് സിനിമയുടെ ജേണി മുന്നോട്ട് പോകുന്നതിന് നമുക്കും കണ്ടുകൊണ്ടിരുന്ന എക്സൈറ്റ്മെന്റ് ആയിരുന്ന പോർഷനാണ് ആ പെർട്ടിക്കുലർ സീക്വൻസ്. അതിൻ്റെ ഒരു ഐഡിയ, എഴുത്ത്, അതിനുശേഷം ഇതിനെ വർക്ക്ഔട്ട് ചെയ്ത് ഈ പറഞ്ഞ ഫൈനൽ ഔട്ടിലെത്തിക്കുന്നത്. അതായത് സുഹൃത്തായിട്ടൊരു ബേസ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് സെറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് അതിൽ കുറച്ചുകൂടെ ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ഈ ഫാന്റസി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് വെർബലി ഇങ്ങനെ ചേട്ടാ അത് ഇങ്ങനെ ആക്കിയാലോ, അപ്പോൾ അതനുസരിച്ചിട്ട് സുഹൃത്തേട്ടൻ അതിനെ റൂട്ട് ചെയ്യും. അപ്പോൾ മണിയൻ്റെ ഒരു കേവ്, അപ്പൊ മണിയന്റെ ആ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള സീക്വൻസ് കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു നരിമാളം എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പൊ മണിയൻ കയറ് കെട്ടി താഴെ വെള്ളച്ചാട്ടത്തിന്റെ അകത്തുള്ളൊരു കേവാണ്. അപ്പോ അതിനകത്തേക്ക് വരുമ്പോ അതിനകത്തുള്ളൊരു ചെറിയ ഈ പറയുന്ന ഒരു ബ്ലാക്ക് പാന്തർ ഇറങ്ങി പോകുന്നത് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ അതിന്റെ ഡെന്നാണത്. സ്റ്റിൽ മണിയൻ വന്നു കഴിഞ്ഞാൽ അത് മാറിക്കൊടുക്കുന്നു എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ കേവിന്റെ വേറൊരു സൈഡിലാണ് അജയൻ എൻട്രി ആവുന്നത്. അപ്പോൾ അജയൻ എൻട്രി ആയി അജയൻ മീൻസ് ഇനി അവിടെ ആയിരിക്കുമോ ഇതുള്ളതെന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുന്ന പോയിന്റിൽ ആ ഒരു ക്ലോസോഫോബിയ ഈ പറയുന്ന അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒരു ഇതിൽ ഒരു ഡെഡ് എൻഡിൽ പോയിട്ടാണല്ലോ പുള്ളി ഇതാവുന്നത്. അപ്പോൾ അത് കുറച്ച് ജേർണി ഉണ്ടായിരുന്നു, നമ്മള് ടൈമില് ചോപ്പ് ചെയ്തതാണ്, ട്രിംഡാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ അത് ഷമീറേട്ടനൊക്കെ ഒരു ഐഡിയ പറഞ്ഞിട്ടാണ് അതിലെല്ലാം ആ കേവിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പൊ അതില് ബ്ലറിൽ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു റാറ്റ് സ്നേക്കിനെ കഴിക്കുന്നതാ. അപ്പൊ ഒരു ഓപ്പോസിറ്റ് പരിപാടിയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് അജയൻ വീഴുന്നു. അപ്പൊ അമ്മുമ്മ എല്ലാ സാധനങ്ങളും പണ്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ആ വോയിസ് ഓവറില് അച്ചാച്ചൻ നിന്നെ ഏതൊരു ഇതിലും രക്ഷിക്കാൻ വരും എന്നുള്ളൊരു സാധനം. അപ്പോഴാണ് നമ്മളത് മണിയൻ എന്നുള്ള, എനിക്ക് തോന്നുന്നു മണിയൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സീക്വൻസ്, അപ്പൊ ഞാൻ ജോമൻ ചന്ദ്രൻ പറഞ്ഞു ചേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു ഫയർ ഫ്ലൈസ് ആണ് വരുന്നത്, അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റിങ്, അങ്ങനെയാണ് ആ ഗ്രീൻ ലൈറ്റ് കൊടുക്കുന്നത്. പിന്നെ അതൊരു നാച്ചുറൽ കേവ് ആണ്, കാസർഗോഡുള്ള ഒറിജിനൽ കേവ് ആണ്. അപ്പൊ ആ കേവിനകത്ത് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 days നമ്മൾ ഫുൾ നൈറ്റ് അവിടെ നിന്നിട്ടാണ് അത് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. ലൈറ്റപ്പിലാണെങ്കിലും അജയന്റെ ഫസ്റ്റ് എൻട്രിയുടെ
ഭയങ്കര ലൈറ്റ് ബാക്ക്ഡ്രോപ്പ് സിൽ ഔട്ട് പോലെയാണല്ലോ അതെ അതെ പുള്ളി ഇറക്കുന്നത്. അത് അങ്ങനെ ഒരു ലൈറ്റ് കൊടുത്തിട്ടാണ് നമുക്ക് ആ ഈ എനിക്ക് ഈ മറ്റേ നമ്മുടെ ലോർഡ് ഓഫ് റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതായിരുന്നു നമ്മുടെ മനസ്സിലുള്ളൊരു വിഷ്വല്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ റെഫറൻസ് ഒക്കെ ജോമോന്റെ അടുത്ത് കാണിക്കുമായിരുന്നു. കാരണം എനിക്ക് ആ പെർട്ടിക്കുലർ ഡീറ്റെയിലിംഗ് വേണം ആ കേവിന്റെ. ഇപ്പൊ നമുക്കൊരു കേവ് കാണിക്കുന്നത് വിഷ്വലി അതിന്റെ ഒരു വലുപ്പം നമുക്ക് കാണിക്കാൻ, അതുകൊണ്ട് ആ പല സ്ഥലത്തും ഈ വലുപ്പം കാണിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ആയത് ഈ അനമോർഫിക് ആയിട്ടുള്ള ലെൻസിങ് ആണ്. അപ്പൊ മണിയനാണ് നമ്മൾ മണിയനും കുഞ്ഞിക്കേളുവിനും ഒക്കെ നമ്മൾ ആ ലെൻസിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഗ്ലോ വേണം. മണിയൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട. പക്ഷെ മണിയന്റെ സ്ഥിരം ലൈറ്റ്, ആ ലൈറ്റ്, അതായത് ആ തീ ഇങ്ങനെ കത്തിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മിന്നാമിനുകള് പണ്ട് നമ്മുടെ അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു കേവിലൊരു കൈ വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നു. അപ്പൊ ആ കേവിന് ചുറ്റും ഈ പറയുന്ന മിന്നാമിനുകൾ വരുന്നു. പിന്നെ അതൊരു കളക്റ്റീവ് എല്ലാവരുമായിട്ട്, ഇപ്പൊ ഷമീറായിട്ടും ഒക്കെ അങ്ങനെ അതിൽ കുറെ സജഷനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് ഈ ബീഡിന്ന് വരുന്ന പോലെ ആക്കിയത്. അത് ഷൂട്ട് ചെയ്യുമ്പോഴും ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സീക്വൻസ് തീരുന്ന ഏറ്റവും ലാസ്റ്റ് ഷോട്ട് രാവിലെ നമ്മള്, അതായത് മോർണിംഗ് ആയി, അതായത് അതിന് തൊട്ട് മുന്നേ ഉള്ള സീക്വൻസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് മറ്റേ വാളെടുത്ത് കറക്കി അപ്പോഴേ ലൈറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ട്, പിന്നെ കേവ് ആയതുകൊണ്ട് നമുക്ക് ഡാർക്കാണ്. അപ്പൊ അതിനകത്ത് ഈ മണിയനെ ഇങ്ങനെ കാണുന്നു. അപ്പൊ ഈ രാവിലെ ആയതിന്റെ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈ ലൈറ്റിൽ വന്നപ്പോഴത്തേക്ക് അതൊരു വേറൊരു ലുക്ക് വന്നായിരുന്നു. പിന്നെ ആ ഒരു വഴി കാണിക്കുന്നു എന്നുള്ള ഒരു സാധനം ഞാൻ അതിലോട്ട്, അതായത് ഇപ്പൊ ഈ കേവിന്റെ ഡിസൈൻ പറയുന്നു, കേവിന്റെ മറ്റൊരു ഭാഗത്ത് നിന്നായിരിക്കും അജയൻ എൻട്രി എന്ന് പറയുന്നു. ഇതൊരു ട്രഷർ ഹണ്ട്, ഒരു നാട്, ഇതൊക്കെ ബേസ് ചെയ്യുന്ന ഫാന്റസി മൂവിയാണ്. ഈ ട്രഷർ ഹണ്ടിലെ നമുക്ക് തോന്നുന്നു ഏത് കാലത്തും ഏത് സിനിമകളിലും, ഇപ്പൊ ഇന്ത്യാന ജോൺസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഏത് പടം എടുത്താലും ട്രഷർ ഹണ്ടിൽ എപ്പോഴും ഹുക്ക് ചെയ്യുന്നത് ഇതിന്റെ ഒരു മാപ്പ് ആയിരിക്കുമല്ലോ. ഇവരുടെ ജേണി, ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന റൂട്ടുകൾ, വഴികള്, ഇടവഴികളായിരിക്കാം. അങ്ങനത്തെ സിനിമകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത് ഒരാളുടെ ഡയറി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു മാപ്പ് കിട്ടുന്നു, മാപ്പ് പീസസ് ആയിട്ട്. അപ്പൊ അതിനെങ്ങനെ ലോക്കലൈസ് ചെയ്യാം എന്നുള്ള, ഇപ്പം അജയൻ ആ നാടിന്റെ മാപ്പ് വരച്ചേക്കുന്നത് സാധാരണ ചാർട്ട് പേപ്പറിൽ പേന കൊണ്ടാണ്. അപ്പൊ അത്രയും ലോക്കലൈസ് ആയിട്ടാണ് നമ്മള്, അറിയാലോ നമ്മുടെ മലയാളികൾക്ക് ഇങ്ങനത്തെ ഒരു ഫാന്റസി ചെയ്തു വലിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അത് നമുക്ക് പല പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഒക്കെ നമുക്ക് ഈസിലി പറയാം. പക്ഷെ നമ്മൾ ആ ഒരു മീറ്ററിന് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് അതിന്റെ എത്ര നമ്മൾ ഫാന്റസി എന്ന് പറഞ്ഞാലും അവരതില് ലോജിക്ക് പറയും. അപ്പോ അങ്ങനെ ചിന്തിക്കാത്ത രീതിയിൽ വളരെ സബ്റ്റിലായിട്ടുള്ള ഫാന്റസീസ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ വരേണ്ടതെന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചതാണ്. അപ്പോൾ ഈ ഇത് വഴി കാണിക്കുന്ന സമയത്ത് ആ ഡ്രോയിങ് അത് ചിലപ്പോൾ നേരത്തെ നാണു വരച്ചു വെച്ചേക്കുന്നതായിരിക്കാം, അത് അപ്പോഴായിരിക്കാം റിവീൽ ആവുന്നത്. പിന്നെ എനിക്ക് ഈ ക്രിസ്റ്റൽസിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനത്തെ അമത്തിസ്റ്റ് പോലത്തെ ഈ പുറത്തൊക്കെ ഉള്ള ഈ കേവ്സിലൊക്കെ ഈ ക്രിസ്റ്റൽസ് എപ്പോഴും ഇങ്ങനെ ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. അപ്പൊ അത് നമ്മൾ CG-യിൽ ആഡ് ചെയ്യുന്നു. പിന്നെ കേവ് ഡ്രോയിങ്സ് അങ്ങനെ ഇത് ചെയ്യുന്നു. കാരണം അങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞാലേ നമുക്ക് കട്ട് ചെയ്ത് മറ്റേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് ഇന്റർകട്ട് പോസിബിലിറ്റി നോക്കാതെ ഡ്രോയിങ് എന്നുള്ളൊരു, അല്ലെങ്കിൽ അജയൻ എങ്ങനെ ആ കഥ അറിഞ്ഞു എന്നുള്ളൊരു ഇഷ്യൂ നമുക്ക് മാത്രമല്ല, എഴുതിയ ആൾക്ക് മാത്രമല്ല അറിയത്തുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡ്രോയിങ് പരിപാടി. ഇപ്പൊ നാണു എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നാണു അന്ന് പ്രസന്റ് ചെയ്ത വെറ്റില ചെല്ലോ എന്ന് പറഞ്ഞത് നമുക്കത് മേക്കിംഗ് ഉൾപ്പെടെ കാണിക്കാൻ പറ്റുമല്ലോ സിനിമയ്ക്ക്. അപ്പോ മണിയന് ചിലപ്പോൾ നാണു കൊടുത്തതായിരിക്കാം, അത് കഴിഞ്ഞിട്ടായിരിക്കാം അത് മണിയൻ വൈഫിന് കൊടുക്കുന്നത്. അപ്പോ ഈ പറയുന്ന ലോക്ക് സിസ്റ്റംസ് ആണെങ്കിലും അത് അവരുടെ എന്തെങ്കിലും ഒരു ഇത് അവർ ചെയ്തു വെച്ചതായിരിക്കാം. അങ്ങനത്തെ ഒക്കെ ഉള്ളത് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. അത്രയും
സുദേവൻ പറയുന്ന പോലെ കള്ളനും കൊല്ലനും ചേർന്ന ഒരു ഡെഡ്ലി കോംബോ ആണ്. അപ്പൊ അവർക്ക് എന്തിനും പോസിബിൾ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പോ നേരത്തെ പറയുന്ന പോലെ തന്നെ സൂര്യൻ പൊട്ടി താഴെ വീണാലും വെണ്ണീറാവാത്തൊരു കഥയാവും ഞാനെന്ന് മണിയൻ പറയുന്ന സമയത്ത് നിനക്ക് മരണമില്ല എന്ന് പറയുന്നത് നാണുവാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു പറയുന്നത് കള്ളക്കൊല്ലാന്ന് വിളിച്ചിട്ട് ചിരിച്ചിട്ടാണ്. നിങ്ങൾക്കും രണ്ടുപേർക്കും അവരുടെ ഒരു ഇതിലാണ്. ഇതൊരു ഫാന്റസി മൂവിയാണല്ലോ, മലയാളത്തിൽ അങ്ങനെ അത്ര കണ്ട് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ജോൺറ അല്ല പലപ്പോഴും ഇതിൽ. ഈ കഥ പക്ഷെ നമ്മൾ കേട്ട് എല്ലാവർക്കും അറിയുന്ന പോലത്തെ കഥകൾ തന്നെയാണ്. അതിലൊന്നും നമ്മള് ഇത് പറയുന്നില്ല. ഈ വേൾഡ് സെറ്റിംഗിലും വിഷ്വൽ ഗ്രാമറിൽ എങ്ങനെയാണ് എൻഗേജ് ചെയ്തിരുത്താം, അതായിരുന്നല്ലേ തുടക്കം മുതലേ നിങ്ങളുടെ ഒരു പ്ലാനിലും? എനിക്ക് ഭയങ്കര ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലർ ആവുക എന്നുള്ളതാണ് എന്റെ മനസ്സിൽ വരുന്ന വിഷ്വൽസ് എങ്ങനെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മള് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കഥകൾ തന്നെ കാണാത്ത വിഷ്വലിലൂടെ എങ്ങനെ വരാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് കൂടുതലും. അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റോറി ബോർഡിങ് ആണെങ്കിലും. അപ്പോൾ ഞാൻ അങ്ങനെ വരയ്ക്കത്തില്ല, പക്ഷെ കുറച്ച് വരയ്ക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കണം ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ബോർഡിന്റെ അപ്പൊ പുള്ളി കളറിൽ ചെയ്തു തരും. പിന്നെ നമ്മൾ പ്രീവിയസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന അൺറിയലിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അസെറ്റ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ആ വേൾഡ് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റും. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത്. ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്നു, വിഷ്വലി സിനിമയെ കൺസീവ് ചെയ്യുന്നത് പറയുന്നു. ജിതിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വിഷ്വൽ എന്തായിരിക്കും ആ ചാനലില്? ചിലപ്പോ അത്ര എഫേർട്ട് ഇട്ടതായിരിക്കാം, കുറെ ആലോചിച്ച് കിട്ടിയതായിരിക്കാം, തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയതായിരിക്കാം. അതെനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് സീക്വൻസ് അത് ആദ്യം സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനം വേണം സുഹൃത്തേട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ പരിമിതി വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കി 1-2 ഫ്രണ്ട്സിനെ ഒക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ ബിൽഡ് ചെയ്തൊരു സാധനമാണ് ആ ഹെയ്സ് സീക്വൻസ്. അപ്പൊ വെറുതെ നമ്മൾ അങ്ങനെ പോയി ഒരു വിളക്കെടുക്കുന്നത് അല്ലാതെ അതിനകത്തൊരു ഈ അതെന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഇന്ത്യാന ജോൺസും അല്ലെങ്കിൽ ലാറ ക്രോഫ്റ്റും ലൈബ്രറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഈ പറയുന്ന ചൈനീസ് സിനിമകളിൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ട്. അപ്പൊ അതാണ് അങ്ങനത്തെ സാധനങ്ങൾ അൺചാർട്ടഡ് ഒക്കെ ഭയങ്കരമായിട്ട് അതിൽ നമ്മൾ ഓരോ ലെവലിൽ കിട്ടുന്ന പോലെ തന്നെ. ലോസ്റ്റ് ലെഗസി എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യനൈസ്ഡ് സാധനമുണ്ട്. ഞാൻ ഗെയിം അങ്ങനെ കളിക്കാറില്ല, ബട്ട് ഇതും ഞാൻ എനിക്ക് തോന്നുന്ന ഐഡിയാസ് എല്ലാം എനിക്ക് അറിയുന്ന ഇങ്ങനത്തെ ബഫുകളായിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പിച്ച് ചെയ്യും. അപ്പൊ അവര് പറയും എടാ ഇന്ന റെഫറൻസ് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗെയിം പ്ലേസ് എടുത്ത് തരും. അപ്പൊ യൂട്യൂബിൽ ഫുൾ ഗെയിം പ്ലേ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മള് ഇത് മറ്റേ സൂര്യാകാശം എല്ലാം റെഫറൻസ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. അപ്പോ അതിലോട് എനിക്ക് അത് തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന പല സിനിമകളുടെ ഫ്ലേവേഴ്സ് ഈ സാധനത്തിനകത്തുണ്ട്. അപ്പോ ഇതെല്ലാം ഒരു പാക്കേജിൽ കിട്ടുമ്പോഴത്തേക്കാണല്ലോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫാന്റസി ജോൺറയിൽ അങ്ങനെ അധികം സിനിമ വരുന്നില്ല. നമ്മൾ വിരലെല്ലാം എണ്ണാവുന്ന സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളൂ, റിപ്പീറ്റഡ്ലി സംസാരിച്ചിട്ടുള്ളൂ. ആദ്യ സിനിമ, ഇത്രയും വലിയ സിനിമ ഇങ്ങനെ ജോൺറേ ചെയ്യുന്നു, അവിടെ ഉറപ്പായിട്ടും ചലഞ്ചുകളുണ്ട്. അത് മേ ബി ഫ്രം ഒരു പ്രൊഡ്യൂസർ കിട്ടുന്നത് മുതൽ റിലീസ് ആവുന്നത് വരെയുള്ള അതിന്റെ വലിയ ജേർണി ഉണ്ടല്ലോ ചലഞ്ചുകളുടെ. സ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, സിനിമയുടെ ഒപ്പം നിൽക്കുന്നു. ഷൂട്ട് തുടങ്ങാൻ അടുത്തൊരു വലിയ സമയം. എനിക്ക് തോന്നുന്നു 2020 ജനുവരി 1 അനൗൺസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ്. പിന്നെ അവിടെ നിന്നുള്ള ഈസ്റ്റർ വിഷു എല്ലാത്തിനും അജയൻ കൂടെ ഉണ്ട്. ജിതിന് ഇങ്ങനെ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയി നിൽക്കുന്നുണ്ട്. ഈ ജേർണി ഇപ്പൊ നോക്കുമ്പോ ഈ തിരിഞ്ഞു നോക്കണമെന്നൊന്നും പറയുന്നില്ല, ഇപ്പോഴത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ശരിക്കും എന്താണ്? സാറ്റിസ്ഫാക്ഷൻ പോയിന്റിൽ എത്തിയോ ശരിക്കും? അല്ല, ആ സാറ്റിസ്ഫാക്ഷൻ എന്നെ ബേസിക്കലി കളക്ഷനോ അതൊന്നും അല്ല എന്റെ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ അന്നും ഇന്നും പറയുന്നത് എന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രായമായിട്ടുള്ള അമ്മമ്മമാര്, അപ്പൂപ്പന്മാര്, അച്ഛനമ്മമാര്, ചേട്ടൻ, ചേച്ചി, കുട്ടികള്, എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന സിനിമകളായിരിക്കാം ഞാൻ ഇനിയും തുടർന്ന് ചെയ്യുന്നത്.
അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇതിൽ തന്നെ ഇവരെല്ലാം ഞാൻ തിയേറ്ററിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ബാക്കി ഉള്ളതെല്ലാം ആസ് എ ഫിലിം മേക്കർ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദീസ് പീപ്പിൾ. ക്രിട്ടിക്സോ അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സ് ഓഡിയൻസോ ഇങ്ങനെ തരംതിരിക്കുന്നതിനെ കാട്ടി ഞാൻ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നു. അച്ഛനൊക്കെ അന്ന് ഈ ഇങ്ങനത്തെ ഫെസ്റ്റിവൽ സീസൺ സമയത്ത് മാത്രമേ തിയേറ്ററിൽ കൊണ്ടുപോയി സിനിമ കാണിക്കത്തുള്ളായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവര് ഓണത്തിനൊരു സിനിമ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലിന് വന്നൊരു സിനിമ കാണുമ്പോൾ അവര് പൂർണ്ണ തൃപ്തിയായിട്ട് പോവുക. അങ്ങനെയുള്ളവരുടെ മെസ്സേജസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇതിന്റെ ഈ ഒരു സെറ്റിങ് അതിലെല്ലാം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുമറന്ന പല ആളുകളുണ്ട്. നമുക്ക് അറിയുന്ന പല സിനിമകളുണ്ട്, പല ക്യാരക്ടേഴ്സ് പോലെ തോന്നുന്നുണ്ട്. ഇവരുടെ ജേണി, ഈ പറയുന്ന ഇയാളുടെ ഒരു റൊമാൻറ്റിക് ട്രാക്ക്, അപ്പുറം വരുന്ന പൊളിറ്റിക്കൽ ലെയർ, അജയൻ എന്തുകൊണ്ട് താഴെ തട്ടിൽ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇവനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു, പോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾ. ഇതെല്ലാം നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യുന്ന സാധനമാണ്. ഇതൊക്കെ ഇതെല്ലാം എല്ലാ കാലത്തും എല്ലാ കാലത്തും സർവൈവ് ചെയ്യുന്ന കണ്ടന്റ് ആണല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലൊരു ആളുകൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റണം, ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആവണം. അവിടെ അജയന്റെ ഇമോഷണൽ ജേണി ഭയങ്കര കൺവിൻസിങ് ആണോ. മറ്റേ കേളുവോ മണിയനോ എത്രമാത്രം കൺവിൻസിങ് ആയാലും അജയൻ ഇതിനു വേണ്ടി ഇറങ്ങാന്നുള്ളതാണല്ലോ എൻഡ് ഓഫ് ദി ഡേ കൺവിൻസിങ് ആവേണ്ടതും. എന്നാലും അജയനോട് ആളുകൾ നിൽക്കുള്ളൂ. ഇത് ഈ പറയുന്ന സംഭവം ഇമോഷണൽ സക്സസ്ഫുൾ ആകുമ്പോൾ ആളുകൾ ഹാപ്പി ആവുന്നത്. ഇത് വിശ്വസനീയമാക്കുക ഈ ഒരു കഥേനെ, അത് ശരിക്കും വലിയ ചലഞ്ചായിരുന്നു. അതായത് ഈ സിനിമ ഇപ്പൊ ഓടുന്നത് വിജയിച്ചതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു സ്ക്രീൻ പ്ലേ ഉള്ളതുകൊണ്ടാണ്. ഓൺ പേപ്പർ ഞാൻ സേഫ് ആയിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പല അഭിപ്രായം, നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഒരു കഥയോ ഇത് രണ്ടഭിപ്രായം ഉറപ്പായിട്ടും വരാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ അതിന്റെ എല്ലാ കോമ്പിനേഷനും എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡ്രാഫ്റ്റിലും ആ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചില ഫീഡ്ബാക്കുകൾ വരും, അതായത് ഇതിങ്ങനെ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതാവില്ലായിരുന്നു, ഇത് നിങ്ങൾ എന്താ ഇതിനെ എക്സ്പ്ലോർ ചെയ്യാത്തത്. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷെ അതിന് 2.5 മണിക്കൂർ പാക്കേജിലോട്ട് നമ്മൾ ഡൈവേർട്ടായി പോകാതെ, ഇപ്പൊ അജയൻ വിളക്കെടുത്തു കഴിഞ്ഞാൽ അവിടെ സിനിമ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ കൂടുതൽ കഥയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഉള്ള സാധനം ഇപ്പൊ കോർ ഐറ്റം എന്ന് പറയുന്നത് പ്രേമം തന്നെയാണ്. ഈ സിനിമയുടെ പ്രണയം, അത് 3 സെഞ്ചുറി ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനി പരിപാടി അതിനകത്തുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കോർ. അതിനൊരു കൺക്ലൂഷൻ നമ്മൾ അവിടെ കൊടുത്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടൈലൻഡില് കാണിക്കുന്നത് എന്റെ ഒരു ഹൈക്കുള്ള സാധനമാണ് ആ സാധനം എന്ന് പറയുന്നത്. അവിടെ എനിക്ക് കുറച്ച് സൈഫൈയിലോട്ട് കയറിയാലും കുഴപ്പമില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അത് അവിടെ പ്ലേസ് ചെയ്തത്. പക്ഷെ അവിടെ ആ മണിയൻ എന്ന് പറയുന്ന ഒരാളിനെ പ്ലേസ് ചെയ്യുമ്പം കിട്ടുന്ന കയ്യടി, അത് ആസ് എ ഡയറക്ടർ നമ്മൾ ആ ഒരു രീതിയിൽ വയ്ക്കണം എന്ന് നമുക്കറിയാലോ. അതുകൊണ്ടാണ് നമ്മളത് പ്ലേസ് ചെയ്യുന്നത്. വർക്കാവുന്നുള്ളത് പേഴ്സണൽ കോളും കൂടിയാണ്. അതെ. ഈ ചോദിക്കാനുള്ളത്, ഈ ആദ്യ സിനിമ തന്നെ പലപ്പോഴും പലരും ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോഴൊക്കെ ഇതിന്റെ അവർക്ക് തന്നെ ഒരു ബഡ്ജറ്റ് പോയിന്റ് ഉണ്ടോ? ചെറിയ സിനിമ കുറച്ചും കൂടി പറയുന്ന റിയാലിറ്റി ലിങ്ക്ഡ് ആയി കിടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പറയുന്നത് ഈ പറഞ്ഞ ഭയങ്കര റിയലിസ്റ്റിക് സോ കോൾ ഫോർമാറ്റിലോട്ട് ഒതുങ്ങുന്ന സിനിമകൾ, ഇമോഷണലി ഡ്രൈവ് ചെയ്യുന്ന ചെറിയ സിനിമകൾ, പല പല ഓപ്ഷൻസിൽ ആളുകൾ ഇപ്പോഴും ലിമിറ്റഡ് സ്പേസ് തന്നിട്ടാണ് ആദ്യ സിനിമ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇവിടെ ആദ്യ സിനിമ ഇത്രയും വലിയൊരു സിനിമ ഫെസ്റ്റിവൽ സീസൺ റിലീസ്, അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. അത് വരുന്നു 3D മൂവി. ഈ ഫസ്റ്റ് സിനിമ ഇത്രയും വലുതായിരിക്കണം, ഉറപ്പായിട്ടും കാണുന്ന സ്വപ്നങ്ങളെല്ലാം വലുതായിരിക്കും. വിഷ്വലും ലോർഡ് ഓഫ് ദി റിംഗ്സ് പറയുമ്പോൾ വിഷ്വലും വലുതായിരിക്കും മനസ്സിൽ കാണുന്നതല്ല. ഈ ആദ്യ സിനിമയുടെ ഡിസൈനിൽ ശരിക്കും അജയൻ തന്നെയായിരുന്നു മനസ്സിലായത്. അതായത് അതിന് മുന്നേ മറ്റു സിനിമകൾ ഇല്ല, വേറെ ഇത് തന്നെയാണ്. ഗോത കഴിഞ്ഞപ്പോഴത്തേക്ക് സുഹിതാട്ടിന് ഇതിന്റെ ഒരു ബേസ് സാധനം തരുന്നു, നമ്മളതിൽ കുറെ വർക്ക് ചെയ്യുന്നു. പിന്നെ ഏതൊരു പോയിന്റില് എന്നെ നേരത്തെ മുതലേ ഈ പറയുന്ന എല്ലാ കാര്യവും ചെന്ന് ചോദിച്ചൊരു അഡ്വൈസ് എടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് അപ്പു ഭട്ടതിരിയാണ്. അപ്പൊ അപ്പു ഇങ്ങനെ ഒരു ഇന്നതുണ്ട്, ഈ ബ്ലോക്ക് അങ്ങോട്ട് സെറ്റ് അല്ല, അല്ലെങ്കിൽ ബേസ്മെന്റ് ഉണ്ട്, അതിന്റെ മുകളിൽ നീ കെട്ടിപ്പുറത്തേക്കുന്ന സാധനത്തിന് എന്തോ ഒരു ഇതുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പൊളിക്കുന്നു. പിന്നെ സുഹിതാട്ടിനെ വെച്ചിട്ട് വീണ്ടും അതിനെ ഇത് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നമ്മള്
ഇപ്പോ ഇതൊരു സൂപ്പർ ഹീറോ ഫിലിം ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സൂപ്പർ ഹീറോ വില്ലനെ കൊണ്ടുവരാം. സുദേവൻ എന്ന് പറയുന്ന ആൾക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ആ ആളിനെ ഭയങ്കര ഓവറാക്കി ഇത് ചെയ്യാം. പക്ഷെ അപ്പോഴും നമ്മൾ വെറും ഒരു യൂഷ്വൽ പാറ്റേണിലോട്ട് പോകും. അങ്ങനെ യൂഷ്വൽ സാധനങ്ങൾ എവിടെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ ആ ബ്രേക്കിങ്ങിലൂടെയാണ് എല്ലാ ക്യാരക്ടറൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതില് ചെറിയ ട്വീക്കിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയൊരു സാധനം കിട്ടും. അത് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ അജയൻ തന്നെ ഇത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യാന്നുള്ളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അതില് കൂടുതൽ വർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ എനിക്കറിയത്തില്ല ഈ ഡിലേ ആയതിന്റെ ഒക്കെ, പക്ഷെ അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഓരോ പോയിന്റിലും നമ്മുടെ ഈ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഇത് വളരുമല്ലോ. അപ്പൊ നമ്മൾ കാണുന്ന സാധനങ്ങൾ മാറുന്നു. അപ്പൊ അതൊക്കെ കുറെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. കുറെ നാള് നമ്മൾ ഈ സിനിമയായിട്ട് ജേർണി പോകുമ്പോ തന്നെ അതിലൊരു ലൈഫ് വരും. ആ ലൈഫിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓരോ മൊമെന്റിൽ ഇതിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാണുന്ന സിനിമകളിലെല്ലാം ഇതിന്റെ അംശം കലർന്നു വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ഇന്ന സീനിനെ ഇങ്ങനെ ആക്കിയാലോ എന്ന് തോന്നും. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ട് വന്ന സാധനമാണ്. നമുക്കിപ്പം കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും അതിലൊരു ഗ്രൂപ്പിന്റെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു സാധനം ഉണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഈ ഇംഗ്ലീഷ് സിനിമകൾ അവർക്ക് അത്രയും ബഡ്ജറ്റിലൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടുന്ന പരിമിതിയില് നമുക്ക് ഒരുപാട് ലൊക്കേഷനിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഹാരി പോട്ടറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇന്ത്യാന ജോൺസോ ഇതൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് മൾട്ടിപ്പിൾ ഇതിൽ പോവാം. പക്ഷെ എനിക്ക് മൾട്ടിപ്പിൾ സ്ഥലങ്ങളും കാണിക്കണം. അതിനാണ് ഞാൻ ഈ CG ട്വീക്കിംഗ് പരിപാടി, ടെറൈൻ ചേഞ്ച്, ഇപ്പൊ കാവ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഗോകുലേട്ടൻ എനിക്കൊരു ഭയങ്കര മാസീവ് ആയിട്ടുള്ള സ്കെച്ച് തന്നിട്ട് ഇതാണ് നമ്മളിവിടെ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ ഒരു ഇതുണ്ട്, അതിന് ലെഫ്റ്റും റൈറ്റും 2 ചെറിയ ഇത് വേണം, കോളം, ഇത് കളരിത്തറ. അപ്പൊ ഇതെല്ലാം ഇട്ടു. അപ്പോഴും ഈ മീറ്റിയോർ വീണ സ്ഥലമാണ്. അപ്പൊ മീറ്റിയോർ വീണ സ്ഥലത്തിന് ചുറ്റും ഒരു ക്രേറ്റർ വേണം. നമുക്ക് വൈഡിൽ കാണിച്ച് ചീറ്റ് ചെയ്യാനും പറ്റിയാലും, പക്ഷെ ചുറ്റും എങ്ങനെ നമ്മൾ ആ ക്ലിഫ് ക്രിയേറ്റ് ചെയ്യും. ഓൾറെഡി നമുക്ക് കിട്ടിയ ടെറൈൻ അങ്ങനത്തെ ഒരു ഇതാണ്. അത് നമ്മൾ ഐ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ അത് ക്ലിഫ് ആണെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മൾ CGയില് ആ സർക്കിള് നമ്മൾ ആ ക്ലിഫ് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ അത് ഈ പറയുന്ന അവതാറോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഈ മറ്റേ സ്റ്റീഫൻ സ്പീൽബർഗിന്റെ ഒക്കെ അല്ലെങ്കിൽ ജെയിംസ് കാമറൂണിന്റെ ഒക്കെ മാസ്റ്റർ ക്ലാസ് ഇരുന്ന് ചുമ്മാ കാണും. അപ്പൊ അവരുടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് അപ്പോഴാണ് എനിക്ക് ഈ നോർമൽ കേരളത്തിലെ മൗണ്ടൻസ് വേണ്ട. ഈ ഞാൻ വിയറ്റ്നാമിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ പലയിടത്തും പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ മൗണ്ടൻസ് ഇതിങ്ങനെ കിട്ടിയാൽ കൊള്ളാം. അത് ഇങ്ങനെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അത് വിഷ്വലി എത്ര മാറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആ ടെറൈൻ മാറുന്നത് വരും. അതെ. അപ്പൊ അവര് മറ്റേ ചൈനീസ് മൗണ്ടനെ തിരിച്ച് ഹാങ്ങിങ് മൗണ്ടൻ ആക്കി വെച്ചു. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് നോർമൽ മൗണ്ടൻസിന് മറ്റേ രീതിയിലോട്ട് വെക്കാം എന്നുള്ള അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് അത് വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. ഈ കോൺസെപ്റ്റും എക്സിക്യൂഷനും ബഡ്ജറ്റ് ഒക്കെ പറയുമ്പോഴും എനിക്ക് ഇതിലെ ഫസ്റ്റ് മുതലേ ഇതിന്റെ ഒരു സെല്ലബിലിറ്റി വെച്ചിരുന്നത് ഇതിന്റെ 3D ഫോർമാറ്റ് എന്നുള്ളതായിരുന്നു. അപ്പൊ ഇതിന്റെ കൺവേർട്ടഡ് 3D ആണ്. നമുക്ക് അറിയാം ഷോർട്ട് ഇൻ 3D ഉണ്ട്, കൺവേർട്ടഡ് 3D ഉണ്ട്. ഫസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കൺവേർട്ടഡ് 3D എത്രമാത്രം എഫക്റ്റീവ് ആവും. അത്രയും കൺഫ്യൂഷൻ നിങ്ങളുടെ സൈഡിലേക്ക് ടാക്കിൾ ചെയ്യുന്നത് അല്ല. ഇത് കഥ കേൾക്കുമ്പോഴും കുറെ ജോമൻ ചേട്ടനും ഷമീർ ചേട്ടനും രാജേട്ടനും ഒക്കെ പറഞ്ഞത് ഇത് 3Dയിൽ കാണാൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ 3D അടിപൊളി എന്ന് പറയുന്നു. ചിലര് പറയുന്നത് 3D പ്രശ്നമായിരുന്നു, 3D ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ നല്ല 3D നല്ല തിയേറ്ററിൽ കണ്ടത് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോഴും അങ്ങനെ ഒരു ലിമിറ്റേഷൻ. നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് 3D ഷൂട്ട് ചെയ്താൽ പോലും സ്ക്രീനുകൾ എത്രമാത്രം എഫക്റ്റീവ് ആണെന്നുള്ളത് അതിപ്പോഴും നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും, പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബെറ്റർ 3D ഉള്ളത് കേരളത്തിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അത്രയും
ബാക്കി ഇന്ത്യയിൽ പല സ്ഥലത്തും അത്രയും ക്വാളിറ്റിയിൽ അത് അവര് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ഇപ്പൊ തോന്നി. അതേപോലെ പുറത്താണ്, എബ്രോഡ് ആണെങ്കിൽ പോലും പരിമിതികളുണ്ട്. അപ്പോ നമ്മൾ സാധാരണ മാർവൽ സിനിമകൾ ചെയ്യുന്നത് അവരൊരു ജസ്റ്റ് ഫ്ലിപ്പ് മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് 3D എന്നുള്ളത്. പിന്നെ എല്ലാവരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ വരുന്നതാണ്. ഈ വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് 3Dയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ക്യാൻവാസ്, ആ ഡെപ്ത് നമ്മൾ ഇത്രയും വൈഡായിട്ട് എടുത്തതിന് ഈ 3D 300 to 500 പേര് ഇരുന്നിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം സ്ലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് പെയിന്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഈ ലെയേഴ്സ് എല്ലാം പെയിന്റ് ചെയ്തെടുത്തിട്ടാണ് സ്റ്റീരിയോ കൺവേർഷൻ ചെയ്യുന്നത്. അതൊരു 3 months ഒരു 500-600 പേര് ഇരുന്നിട്ട് ഈ റൈസ് 3D എന്ന് പറയുന്ന കമ്പനിയിൽ അത് ഇവിടെ തന്നെയാണ്. അത്രയും ആർട്ടിസ്റ്റ് ഇരുന്ന് ഇത് സ്ലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ആ പ്രൊജക്ഷൻ ഫീൽ കിട്ടുന്നത്. പിന്നെ ഈ പറയുന്ന നമ്മൾ കൂടുതലും ഈ ഗിമിക്കിൽ കളിക്കാൻ പോവാത്തതാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാമറയിലോട്ട് അതും ഇതൊക്കെ എടുത്തെറിയുന്നതോ അങ്ങനെ എന്തുവേണോ ചെയ്യാം. പക്ഷെ അതല്ല അതിന്റെ ഒരു അത് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ അവതാർ 1 നമ്മൾ കണ്ട 3Dയുടെ ക്വാളിറ്റി ആണോ അവതാർ 2 കണ്ടപ്പോൾ ഉള്ളതെന്ന് നമുക്കത് മനസ്സിലാവും. കാരണം അവര് പോലും അതിനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരികയാണ്. സത്യം. അവര് ഉദ്ദേശിക്കുന്നത് ആ വേൾഡിന്റെ ഡെപ്ത് കാണിക്കാനാണ് 3D യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും കണ്ണിലോട്ട് സാധനം വരാനല്ല. അല്ല, ഈ 3D എന്ന ഫോർമാറ്റിൽ ഇറക്കുന്നു, ആളുകളുടെ റിവ്യൂസിൽ ഇത് പറയുന്നു 2D കണ്ടാൽ മതിയായിരുന്നു. പലരും ഇവരെ നല്ലൊരു തിയേറ്ററിൽ കാണാൻ പറ്റാതെ വിഷമങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയത്. ഇതെല്ലാം വരുമ്പോൾ അല്ലാതെ മറ്റേ റിവ്യൂസ് വരുന്നു. ഈ റെസ്പോൺസുകൾ ശരിക്കും എങ്ങനെയാണ്? ഫസ്റ്റ് പടം കൂടിയാണല്ലോ അവരെങ്ങനെ എടുക്കുന്നത്? എനിക്ക് കൂടുതലും നല്ല റെസ്പോൺസ് തന്നെയാണ് കൂടുതലും വരുന്നത്. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നതാണ്. പിന്നെ എപ്പോഴും ടോയി പറയുന്ന പോലെ ഞാൻ ഒന്നിലും കുലുക്കൂലെന്ന് പറയുന്ന പോലെ എന്താണോ സംഭവിക്കേണ്ടത് അതേപോലെ അങ്ങ് സംഭവിക്കും. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മള് ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പോഴും ചെറുത് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ഇത് നമ്മൾ കുറെ അവിടെ ഇവിടെയൊക്കെ ഇപ്പം നമ്മൾ പുറത്ത് പ്രൊമോഷൻ അത് ഇത് അതിനുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞു. പക്ഷെ സ്റ്റിൽ ഇന്ത്യക്കകത്ത് നമുക്ക് എത്തിപ്പെടാനോ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടാനോ അതനുസരിച്ചിട്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എത്രത്തോളം, അതായത് പുറത്തുള്ളവര് കാശിട്ട് കാശുകാരൽ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിവിടെ ഇല്ല. ഇവിടെ സേഫ് പ്ലേ പരിപാടികളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അത് എത്രത്തോളം ഇനി വളർന്നാൽ മാത്രമേ ഇങ്ങനത്തെ എക്സ്പെരിമെന്റൽ പരിപാടികൾ, ഇപ്പൊ ഞാൻ മറ്റേ മോട്ടിവേഷണൽ ടോക്ക് എന്നുള്ള രീതിയിലല്ല, ഞാൻ എപ്പോഴും എന്നെയും കാട്ടിയൊക്കെ ചിന്തിക്കുന്ന എത്രയോ സാധാരണ ഫിലിം ഡയറക്ടർ ആവാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം പല ഈ ഫസ്റ്റ് ഫിലിമിന്റെ ഒരു ഈ കൺസ്ട്രെയിനിലാണ് മിനിമലായിട്ട് ചിന്തിക്കുന്നത്. ചിലപ്പം ഇവിടെ ഉള്ളവർക്ക് ഇതിലും വലിയ സാധനങ്ങൾ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഡിയൻസ് അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ 7-8 വർഷം കാത്തിരിക്കണമെന്നുള്ളത് ഞാൻ പറയത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വലുതായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്നെ പോലെ ഒരു സാധാരണ ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ വിട്ടിട്ട് ഇതുമായിട്ട് നിന്ന് അങ്ങനെ ഒരാൾക്ക് ഞാനൊരു എക്സാമ്പിൾ ആക്കിയിട്ട് പറയണമെന്നല്ല, എന്നെ കൊണ്ട് അത് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്കും അത് സാധിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക്. അല്ലാതെ ആരും ലിമിറ്റ് ചെയ്ത് ആദ്യത്തെ സിനിമയാണ് അത് ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ. നമ്മള് ചുറ്റുമുള്ളത് കേൾക്കാൻ നിൽക്കാതെ നമുക്കെന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഓരോ ടേസ്റ്റുകളുണ്ടല്ലോ. അപ്പൊ പക്ഷെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാതരം ഓഡിയൻസും കൂടെ അതിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ അത് റൈറ്റ് റെസിപ്പീസ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ആ മുടക്കുന്നത്, ഇപ്പൊ ഇത്ര രൂപ മുടക്കി കഴിഞ്ഞാൽ നാളെ പ്രൊഡ്യൂസർ അത് സേഫ് സോണിൽ എത്തിയാൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുള്ളൂ. അപ്പോ നമ്മൾ അതും കൂടെ ചിന്തിക്കണം, ഓഡിയൻസിനെ ചിന്തിക്കണം, പൈസ മുടക്കുന്ന ആളിന്
ചിന്തിക്കണം, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. ഞാൻ ഈ ഇടയ്ക്കൊക്കെ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു ഫ്രണ്ട് ത്രൂ നമ്മളൊരു ഹിന്ദി പടത്തിന്റെ, ഞാൻ ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മറ്റേ ലൈൻ പ്രൊഡ്യൂസറൊക്കെ പോയൊരു ഹിന്ദി ഫിലിം ചെയ്തായിരുന്നു. അന്ന് എനിക്ക് പ്രൊഡക്ഷൻ പരിപാടികൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടാവുന്ന എല്ലാ ഇതും പഠിച്ചിട്ടാണ് നമ്മൾ എത്ര മിനിമലായിട്ട് ഇങ്ങനത്തെ വലിയ സിനിമ നമ്മളെ കൊണ്ട് പറ്റും എന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 125 ദിവസം ചാർട്ട് ചെയ്യുന്നു, ആ 118 ദിവസത്തിൽ ഞാൻ ഫിനിഷ് ചെയ്യാനുള്ള റീസൺ തന്നെ എനിക്ക് പറ്റത്തില്ല സത്യത്തിൽ. ഒരു 100 ദിവസത്തിൽ കൂടുതലാകുമ്പോ തന്നെ ഞാൻ ഇതാവും. നമുക്ക് കിട്ടുന്ന സാധനം ഇത് ചെയ്യും. അല്ലാതെ ഞങ്ങൾ അങ്ങനെ പാച്ച് ഷൂട്ട് ചെയ്യോ, ഒരിക്കൽ ഷൂട്ട് ചെയ്ത സാധനം തന്നെ റിപ്പീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുക, അങ്ങനെ എനിക്ക് എന്താണോ വേണ്ടത് അത് ഷൂട്ട് ചെയ്യുന്നു, നമ്മളത് മാറ്റി വയ്ക്കുന്നു. വെറുതെ നമ്മൾ പ്രൊഡ്യൂസറിന്റെ ഒരു കോസ്റ്റ് കൂട്ടുക. പിന്നെ ഈ പറയുന്ന സിനിമ ഇത് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പൊ എനിക്ക് തോന്നുന്നൊരു നമ്മുടെ ഒരു ഫസ്റ്റ് കട്ട് വരുന്നത് തന്നെ ഒരു 330 വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഒരു 4 സീന് മാത്രമേ ഈ സിനിമയിൽ നിന്ന് പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അത്രയും കണ്ടന്റ് എടുത്താൽ മാത്രമേ ഇത് ഷമീർ ഏട്ടനെ പോലത്തെ ഒരു എഡിറ്ററിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജോമൻ ചേട്ടനാണെങ്കിലും എത്രയോ ദിവസം ഉറക്കൊഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. കോസ്റ്റ്യൂം ആണെങ്കിലും ഞാൻ പറഞ്ഞ എന്റെ ഐഡിയാസിൽ നിന്നും ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള ഫസ്റ്റ് പോസ്റ്ററിലുള്ള മണിയനല്ല. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ വളരെ മിനിമൽ ആയി പോയാല്. ഇപ്പൊ പണ്ട് സുഹൃത്തുക്കാരനൊക്കെ പറയുന്ന സമയത്ത് അവരെഴുതുമ്പോ ചിലപ്പം നേരിയതൊക്കെ ഇട്ടിട്ടുള്ള ഒരാളായിരിക്കാം കുഞ്ഞിക്കുകൾ, ലോക്കല്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, നമ്മളത് മറ്റേ ഇത് ചെയ്യണം, നമ്മള് ഫിക്ഷണലൈസ് ചെയ്യുന്നതിന്റെ കാര്യം തന്നെ അതാണ്. അതിലൊരു കഴിഞ്ഞ പോയ ഒരു ടൈം പീരീഡിലെ കള്ളനാന്ന് പറയുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു അതിനാടകീയത വന്നാലും വിശ്വസനീയമാണ്, പ്രശ്നമില്ല അവിടെ. ഓവർ ദി ടോപ്പ് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ബയോപിക് അല്ലല്ലോ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കണം. പക്ഷെ നമുക്ക് വിഷ്വലി അപ്പീൽ ചെയ്യണമെങ്കിലാണ് മണിയൻ അങ്ങനത്തെ ലുക്ക്. അല്ലെങ്കിൽ മണിയൻ യഥാർത്ഥത്തിൽ എന്തായിരിക്കും, ഒരു വെള്ള തോർത്തും കെട്ടിയിട്ടല്ലേ വരിക. അങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ എല്ലാരും മണിയനെയാണ് ഭയങ്കരമായിട്ട് പറയുന്നത്. പക്ഷെ ഏറ്റവും ചെയ്യാൻ പാടെന്ന് പറയുന്നത് അജയനാണ്. അത് നമ്മളിപ്പോ കാണുമ്പോഴത്തേക്ക് ഇതൊരു പാവം മറ്റേന്നൊക്കെ പറയാമെങ്കിലും അത് ചെയ്യാൻ ഭയങ്കര പാടാണ്. പാവമായി തോന്നുന്നല്ലോ. ടൊവി ഞാനുമായിട്ട് ഒരു സാധനം ചെയ്യുമ്പോ എനിക്കൊരു അങ്ങനത്തെ ഒരു കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ ടൊവിനെ ഇതുവരെ കാണാത്തൊരു രീതിയിൽ കൊടുക്കണം. അത് ഓൺ പേപ്പറും ആ സിനിമയുടെ കോണ്ടന്റിലുമാണ് അത് ഫസ്റ്റ് വരിക. നാളെ ഇതിനൊരു പ്രീക്വൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അത് ഫുൾ ഓൺ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവരെ ചെറിയ റോളാണെങ്കിലും അങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത്. പ്ലാൻ ഉണ്ടോ?